ഹലോ, ഇന്ന് നമ്മൾക്കല്പം പരിപ്പ് പൊടി തയ്യാറാക്കിയാലോ? നമ്മൾ ഉഴുന്നുപൊടി തയ്യാറാക്കാറില്ലേ? അതിനേക്കാൾ വളരെ ടേസ്റ്റി ആയിട്ട് പരിപ്പ് പൊടി തയ്യാറാക്കാം നമുക്ക്. പറയാതിരിക്കാൻ നിവൃത്തിയില്ല കേട്ടോ. ഉഴുന്ന് പൊടിയേക്കാളും പൊളി തന്നെയാണ് ഈ പരിപ്പ് പൊടി. അത് ഒന്ന് തയ്യാറാക്കി നോക്കുമ്പോഴേ അറിയത്തുള്ളൂ. ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് ചൂട് ചോറും എടുത്ത് ഈ പരിപ്പ് പൊടി കുറച്ച് അതിൻ്റെ മേലേക്ക് അങ്ങ് വിതറുക. എന്നിട്ട് നല്ലെണ്ണയാണ് ഉള്ളതെങ്കിൽ നല്ലെണ്ണയാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. ഇല്ല എങ്കിൽ വെളിച്ചെണ്ണ അതിൻ്റെ മേലേക്ക് തന്നെ ഒരു അല്പം ഒഴിക്കുക. എന്നിട്ട് ചോറ് ഒരറ്റത്തു നിന്ന് അങ്ങോട്ട് ഒന്ന് കുഴച്ച് കഴിച്ചു നോക്കിയേ, എന്താ ഒരു രുചിയെന്നറിയാമോ? ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അതിലാദ്യം വേണ്ടത് ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ ഒരു ബൗള്, അത് ഈ അളവ് പാത്രം എല്ലാ അളക്കം ഒരേ പാത്രം തന്നെ എടുക്കുക. അതിൽ ഒരു ബൗള് സാമ്പാർ പരിപ്പ് കഴുകി ഉണക്കിയതാണ്. അത് അതിലേക്കിട്ട് ചെറുതീയിൽ വറുത്തെടുക്കുക. ഫ്ലെയിം കൂട്ടി വെക്കരുത്, ഉള്ളു മൂക്കാതെ പുറമെ കരിഞ്ഞു പോകും. അത് ഈ പരുവം മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിനെ മറ്റൊരു പരന്ന പാത്രത്തിലേക്ക് തണുക്കാനായിട്ട് അങ്ങോട്ട് മാറ്റി വെക്കണം. അത് തണുത്ത് വരുന്ന സമയത്തേക്ക് ഇതേ പാത്രത്തിൽ തന്നെ നമുക്കിനി അടുത്ത സാധനം വറുക്കാനെടുക്കാം. നമുക്ക് ആദ്യം എടുത്തത് ഏത് ബൗളിലാണോ അതേ അളവ് പയറും കൂടെ എടുക്കുക. പയറെന്ന് വെച്ചാൽ പരിപ്പാണ്. ചെറുപയർ പരിപ്പ് നമുക്ക് വാങ്ങാൻ കിട്ടുന്നത്. അതും ഇതേപോലെ ചെറിയ ചൂടിലിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. ഇതേ പരുവാകുമ്പോൾ അതിനെയും ആദ്യം വറുത്ത പരിപ്പിൻ്റെ കൂടെ മാറ്റി വയ്ക്കാം. അതും അതിലേക്ക് തട്ടി മാറ്റിയിട്ട് പിന്നെ നമുക്ക് ഈ പാനിലോട്ട് ഇടേണ്ടത് ഒരു ആദ്യം അളന്ന അതേ ബൗളിൽ തന്നെ പൊട്ടുകടലയാണ്. പൊട്ടുകടല 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് കൂടുതൽ ഇടരുത്. അത് ഓൾറെഡി വെന്തതാണ്. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അതുകൊണ്ടാണ് അത് വളരെ സിമ്മിലിട്ടിട്ട് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അതും കൂടി നമ്മൾ വറുത്ത പരിപ്പിൻ്റെയും പയറിൻ്റെയും കൂട്ടത്തിൽ ചേർക്കാം. അതും കൂടെ അതിലോടൊപ്പം ചേർത്തിട്ട് നമുക്ക് അതിനെയും തണുക്കാനായിട്ട് അങ്ങ് മാറ്റി വയ്ക്കാം. ഇതിനെല്ലാത്തിൻ്റെയും മൂപ്പ് പല പല അളവിലായതുകൊണ്ടാണ് ഇത് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് വറുത്തെടുക്കുന്നത്. പൊടിക്കുന്നത് നമ്മൾ ഒരുമിച്ചാണെങ്കിലും ഇതിൻ്റെ മൂപ്പ് പല അളവാണ്. അതുകൊണ്ട് സെപ്പറേറ്റ് തന്നെ വറുക്കാൻ ശ്രമിക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫാക്കിയിട്ട് ആ പാനിലെ ചൂടിൽ ഒരല്പം ജീരകവും ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കണം. ഫ്ലെയിം ഓണാക്കേണ്ട, ജീരകം കരിഞ്ഞു പോയാൽ രുചിയും മാറും, മണവും മാറും. അതുകൊണ്ട് ജീരകം വളരെ കുറച്ച് ചേർത്താൽ മതി. അതും കൂടെ നമ്മൾ ആദ്യം വറുത്ത പരിപ്പിൻ്റെ കൂട്ടത്തിൽ തന്നെ ചേർത്ത് വയ്ക്കാം. അത് അപ്പോഴത്തേക്ക് ആ ഒരു ചൂടിൽ 1 മിനിറ്റ് കൊണ്ട് അത് റെഡിയായി വരും. അതിലേക്ക് മാറ്റി വെച്ചിട്ട് ഇനി ഈ പാൻ വെച്ചിട്ട് അതിലേക്ക് ഫ്ലെയിം ഓണാക്കിയിട്ട് സിമ്മിലിട്ടുകൊണ്ട് ഒരു 10 കുരുമുളകിനകത്ത് അത്ര മതി. കൂടുതലായ രുചി മാറും. ആ കുരുമുളകും കൂടെ ഒന്ന് വറുത്ത് നമുക്ക് ആദ്യം വറുത്ത പരിപ്പിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് വയ്ക്കാം. കുരുമുളകൊന്ന് നന്നായിട്ട് മൂത്ത് കിട്ടണം. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ പച്ച ചുവ വരും നമ്മുടെ ചമ്മന്തിക്ക്. അതും കൂടെ അതിലിട്ടിട്ട് പിന്നെ നമുക്ക് ഒരു കൊത്ത് കറിവേപ്പില, അത് എണ്ണയൊന്നും വേണ്ട, ഇതുപോലെ തന്നെ വറുത്ത് അത് നന്നായിട്ട് പൊടിയുന്ന ഒരു പരുവാകും. പകുതി മൂപ്പ് ആകുമ്പോഴത്തേക്കും നമുക്ക് എരിവിന് ആവശ്യമായ മുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ കാശ്മീരി ചില്ലിയാണ് ചേർത്ത്, കുറച്ച് കളറും കിട്ടും. എനിക്ക് ആ എരിയാണ് ഇഷ്ടം. കൂടുതൽ എരിവ് കഴിക്കാറില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് എരിവിനനുസരിച്ചുള്ള മുളക് അതിൽ ചേർക്കാവുന്നതാണ്. അത് ചേർത്ത് മുളകും കൂടെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. മൂത്തെന്ന് വെച്ചാൽ വറുത്ത് വരണം, എണ്ണ ഇല്ലാണ്ട് തന്നെ. ഈ വറുക്കുന്ന സാധനങ്ങൾ ഒന്നിലും അല്പം പോലും എണ്ണ ചേർക്കണ്ട, എണ്ണ ഇല്ലാണ്ട് തന്നെ നമുക്കത് വറുത്തെടുക്കാം. ആ മുളകും കൂടെ മൂത്ത് കഴിയുമ്പോൾ അതിനെ നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റണം. ആദ്യം വറുത്ത് വെച്ച പ്ലേറ്റിൻ്റെ കൂടെ ഇടണ്ട, ഇത് സെപ്പറേറ്റ് പ്ലേറ്റിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വെച്ചാൽ മതി. അത് മാറ്റി വെച്ചിട്ട് നമുക്ക് ആ പാനിലേക്ക് പിന്നെ വേണ്ടത് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ്. നമ്മൾ കുറേ നാളത്തേക്ക് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഉപ്പും കൂടെ ഞാനങ്ങ് ചൂടാക്കുന്നത്. അതും കൂടെ അങ്ങോട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരല്പം കായപ്പൊടി, തോനെയൊന്നും വേണ്ട, ഒരു 1/2 സ്പൂൺ കായപ്പൊടിയുടെ ആവശ്യമുള്ളൂ. അതും കൂടെ അതിലേക്ക് ഇടുക. അതും കൂടെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിക്കുക. അത് ലോ ഫ്ലെയിമിലിട്ടങ്ങ് മൂപ്പിച്ചെടുത്താൽ മതി. അത് മൂപ്പിച്ച് നമ്മുടെ ആദ്യത്തെ പരിപ്പൊക്കെ വറുത്തതിൻ്റെ കൂടെ, അത് മുളകിൻ്റെ കൂടെ ഏതിൻ്റെ കൂടെ ആയാലും പ്രശ്നമില്ല, നമുക്കതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇതിത്രയും മാറ്റി വെച്ചിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് തണുക്കണം, നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. രണ്ടും 2 പ്ലേറ്റിൽ തന്നെ ഇരുന്ന് തണുക്കട്ടെ. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ആദ്യം ഈ മുളകും കറിവേപ്പിലയും വറുത്തതിനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് പൊടിക്കാം. അത് കുറച്ചായതുകൊണ്ട് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടത്തില്ല, ഇത്രയേ പൊടിഞ്ഞ് വരത്തുള്ളൂ. ആ വന്നതിന് ശേഷം ഇനി അതിലേക്ക് നമ്മൾ ബാക്കി വറുത്ത് വെച്ച സാധനങ്ങളെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. പരിപ്പിൻ്റെ ചേരുവകളെല്ലാം കൂടെ ചേർത്തിട്ട് ഇനി നമുക്ക് പൊടിക്കാം. നമ്മൾ പൊടിക്കുമ്പോൾ എത്രത്തോളം പൊടിക്കാൻ പറ്റുമോ അത്രത്തോളം പൊടിഞ്ഞ് എടുക്കുക. എന്തായാലും നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും, ഇതേപോലെ പൊടിഞ്ഞ് വരും. അതിനെ നമുക്ക് ഇതിൻ്റെ ചൂടൊന്ന് ആറി കിട്ടുമ്പോൾ, പൊടിച്ചെടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാവും. ആ ചൂടാറുമ്പോൾ നമുക്ക് ഒട്ടും നനവില്ലാത്ത ടിന്നിലിട്ട് അടച്ച് സൂക്ഷിക്കാം. ഇത് എത്ര നാൾ വേണമെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് എടുക്കാവുന്നതാണ്. 3-4 മാസമൊക്കെ ചീത്തയാകാതിരിക്കും. നമുക്ക് ചോറിന് ഒപ്പം കഴിക്കാനെടുക്കാം. പെട്ടെന്ന് അപ്പോ
ദോശയൊക്കെ ഉണ്ടാക്കി കറി കുറവാണെങ്കിൽ, അല്ലെങ്കിൽ ഗസ്റ്റ് വന്നു നമുക്ക് പെട്ടെന്നൊരു അല്പം എണ്ണ ഒഴിച്ച് തയ്യാറാക്കിയെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ എങ്ങോട്ടെങ്കിലും യാത്ര പോകുകയാണെങ്കിൽ നമുക്കിത് കൊണ്ടുപോകാം. ഏത് ആവശ്യത്തിനും നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത്. ഇത് ഞാനിങ്ങനെ ഒരു ടിന്നിലിട്ട് കുറച്ച് വന്നത് വേറൊരു ചെറിയ ടിന്നിലും കൂടെ ആക്കി അടച്ചു വെച്ചു. പിന്നെ ഇത് എടുക്കുമ്പോൾ ഏറ്റവും ടേസ്റ്റ് നല്ലെണ്ണ ചേർക്കുന്നതാണ്. എനിക്കതാണ് ഇഷ്ടം. നല്ലെണ്ണ ചേർത്തിട്ട് കുഴച്ചെടുത്ത് അതിന് കുറച്ചുകൂടെ വേറെ ടേസ്റ്റ് കിട്ടും. അല്ല വെളിച്ചെണ്ണയാണ് ഇഷ്ടമുള്ളവർക്ക് വെളിച്ചെണ്ണ ചേർക്കാം. ഇത് ഏത് എണ്ണയായാലും അവരവർക്ക് ഇഷ്ടപ്പെട്ട എണ്ണ ചേർത്ത് നമുക്ക് കുഴച്ചെടുത്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ട് നമ്മൾ ഉഴുന്നുപൊടി ചേർത്ത് ചമ്മന്തി നമ്മൾ തയ്യാറാക്കുന്നേക്കാൾ കുറച്ചുകൂടെ ടേസ്റ്റിയാണ് ഈ പരിപ്പ് ചമ്മന്തിപ്പൊടി. ഒന്ന് തയ്യാറാക്കി നോക്കണേ ഒരു പ്രാവശ്യം. ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ചമ്മന്തിപ്പൊടി തയ്യാറാക്കി വെച്ച് നോക്കണേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.